ഹലോ, നിരഞ്ജനല്ലേ? ഡാഡിയാണോ? നീ നിരഞ്ജന ഫോൺ കൊടുക്ക. ബാത്റൂമിലാ. എന്താ കാര്യം? ആ പരാതി പിൻവലിക്കാൻ നിരഞ്ജനോട് പറയണം. ഒരു വഴക്കിനൊന്നും എനിക്ക് താല്പര്യമില്ല. നാളെ ഹിയറിംഗ് അല്ലേ? അതിന് തയ്യാറാവേണ്ടതിന് പകരം പരാതി പിൻവലിക്കാണോ വേണ്ടത്? ഡാഡിക്ക് എന്താ ഭ്രാന്തുണ്ടോ? നാളെ ഈ സമയമാവുമ്പോ ആർഡിയോടെ തീരുമാനം വന്നിട്ടുണ്ടാവും. ആ വീട് നമുക്ക് തരാൻ പറഞ്ഞുകൊണ്ട്. എനിക്ക് അങ്ങനെ ഒരു വീട് വേണ്ട. പോയത് പോയി. ഇനി അതിന്റെ പിറകെ നടക്കാൻ ഞാനില്ല. ആ സ്വാമി അടുത്തുണ്ടോ? അയാളായിരിക്കും ഡാഡി എങ്ങനെ പറഞ്ഞു തിരിച്ചത്. ഡാഡി ഇങ്ങനെ അവരവരും പറയുന്നത് കേൾക്കാതെ സ്വന്തം കോമൺ സെൻസ് യൂസ് ചെയ്യും. ആ പരാതിയില് നമുക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് 100% ഉറപ്പാ. പിന്നെ എന്തിനാ ഇപ്പൊ കയറി പരാതി പിൻവലിക്കുന്നത്? ഒരു യുദ്ധത്തിന് എനിക്ക് താല്പര്യമില്ല. ആരോഗ്യമില്ല, വയസ്സായില്ലേ. ഇനി കുറച്ച് വിശ്രമിക്കണം. ആ ലോഡ്ജ് മുറിയില് സ്വാമിയുടെ അടിമയായിട്ട് കിടന്ന ഡാഡിക്ക് സ്വസ്ഥത കിട്ടുവോ? ആദ്യം ഞങ്ങളെ കുറിച്ച് ചിന്തിക്ക്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് പരാതി പിൻവലിക്കണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളെന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്റെ കൂടെ നിൽക്കുക. ഇത്രയും കാലം കൂടെ നിന്നു. ഇനി നിൽക്കാൻ ഞാൻ തയ്യാറല്ല. വേണ്ട, നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട. നാളെ വിളിച്ചിട്ടുണ്ടല്ലോ ആർട്ടിയോ. ഞാൻ പോവും. എന്നിട്ട് എനിക്ക് പരാതിയൊന്നുമില്ലെന്ന് പറയും. പറയൂ? ആ, പറയും. എങ്കിൽ ഡാഡിക്ക് എന്റെ ശവം കാണേണ്ടി വരും. അവസാനിപ്പിക്കും ഞാൻ എന്റെ ജീവിതം. ഇങ്ങനൊരു ഡാഡിയുടെ മകളായിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. ഒരു മുഴം കയറില് ഞാൻ എല്ലാം തീർക്കും. പിന്നെ ഡാഡിക്ക് ഡാഡിയുടെ ഇഷ്ടം പോലെ ജീവിക്കാം. ഞാനുണ്ടാവില്ല കാണാനും കേൾക്കാനും ഒന്നും. മോളെ, ഡാഡിയുടെ മോളാ ഞാൻ. ആ വാശി എനിക്കുമുണ്ട്. ചെയ്യൂന്ന് പറഞ്ഞ അക്ഷരം ചെയ്തിരിക്കും. ആരെ വേണമെന്ന് ഡാഡി തീരുമാനിക്കും. എന്താ അക്ഷരേ, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ ഉണ്ടായത്? ഡാഡി ആ പരാതി പിൻവലിക്കാൻ പോവാണത്ര. പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു ഗതികെട്ട ജീവിതം. അക്ഷരേ, എന്തു പറഞ്ഞു സാറേ? അതൊന്നും നടക്കില്ല സ്വാമി. പരാതി എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല. പിൻവലിക്കാതിരുന്ന എങ്ങനെയാ സാറേ? അതൊന്നും എനിക്കറിയില്ല സ്വാമി. കുടുങ്ങും. ഞാനിപ്പോ കടലിലും ചെകുത്താൻ്റെ നടുവില. ഏത് ഭാഗം ജയിച്ചാലും തോൽക്കുന്നത് ഞാനായിരിക്കും.